അസ്സലാമു അലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു പാവ് ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നാണല്ലോ ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നിറച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇനി നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ പാവ് ബണ്ണ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇപ്പം നാളെ നമുക്ക് നിറക്കണമെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. സാധാരണ നോമ്പിനൊക്കെ നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യും. മുട്ട നിറക്കാനും പിന്നെ അതുപോലെ ചിക്കനും പിന്നെ അതുപോലെ ഷവർമ്മയുടെ ഒക്കെ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ താഴ്ഭാഗം പിന്നെ ഒരു ഹോളാക്കിയിട്ട് നമ്മൾ നിറച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. അത് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മുട്ട ചേർക്കാം. ഞാനിപ്പോൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും 1/4 കപ്പ് ഇളം ചൂട് പാല് ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഈ സമയത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസ് ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ടൈറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇളം ചൂട് പാൽ ചേർത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇളം ചൂട് പാലിൽ ഈസ്റ്റും പഞ്ചസാരയും ആദ്യം ഇട്ടിട്ട് നമ്മൾ പൊങ്ങാൻ വെക്കാറുണ്ടല്ലോ, അങ്ങനെ ആക്കിയിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ സാധാരണ ഇങ്ങനെയും ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഈ മെത്തേഡ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചിടണം. കുഴക്കലെന്ന് പറയുന്നത് സാധാ ചപ്പാത്തി മാവോ ഇതൊന്നും കുഴക്കുന്ന പോലെ നമുക്കിത് ബ്രെഡിന് കുഴച്ചാൽ ശരിയാവില്ല. നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 20 മിനിറ്റോളമൊക്കെ നന്നായിട്ട് തയ്ച്ച് കുഴച്ചെടുക്കണം. ഇനി കുഴച്ച ഉടനെ ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉറങ്ങാനൊന്നും പോയേക്കരുത്. എന്നിട്ട് ഇത് ശരിയായില്ലെന്നൊന്നും വന്ന് എന്നോട് പറഞ്ഞേക്കരുത്. ഈസ്റ്റ് ചേർക്കുന്ന മാവിന് ടൈം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ സ്ക്വയറായിട്ടുള്ള ഒരു പാത്രം ഉണ്ടെങ്കിൽ നല്ലത്, ബേക്കിംഗ് ടിന്നാണെങ്കിൽ നല്ലത്. അതിൽ നമ്മളിത് ഈ മാവ് ഒരു 9 ഉരുളയാക്കിയിട്ട് എടുത്ത് വെക്കാം. ഈ ബേക്കിംഗ് ടിന്നിന് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. സൺഫ്ലവർ ഓയിലായാലും മതി, പക്ഷെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ബണ്ണ് അതിൽ ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ 9 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബണ്ണിന് ഉരുട്ടുന്നത് പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. നമ്മുടെ താഴെ വെച്ച കൈ നല്ല ഫ്ലാറ്റായിട്ട് ഇങ്ങനെ തുറന്ന് വെക്കുക. എന്നിട്ട് കാണുന്നില്ലേ, ഉരുട്ടിയെടുക്കുമ്പോൾ ലൂസായിട്ട് പിടിച്ചിട്ട് തന്നെ തിരിച്ചങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇങ്ങനെയാണ് ബണ്ണിന് ഉരുട്ടി വെക്കുന്നത്. ഇനി ഈ ഓരോ ഉരുളയ്ക്കും ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നതിനും പുറത്ത് ഇതുപോലെ സൺഫ്ലവർ ഓയിൽ തന്നെ മതി, അത് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കിത് ബണ്ണായിട്ട് വരുമ്പം ഇളകി വരാൻ വേണ്ടിയാണ്. ഒട്ടിപ്പിടിച്ചാൽ നമുക്കതിങ്ങനെ എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഈ 9 ഉരുളകൾ ഇതുപോലെ സ്ക്വയർ ബോക്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നല്ല ഷേപ്പ്, നല്ല സ്ക്വയറായിട്ട് തന്നെ നമുക്ക് പാവ് ബണ്ണിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. റൗണ്ടിലാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അത് ബണ്ണ് പോലെ റൗണ്ട് ബണ്ണുണ്ടല്ലോ ആ ഷേപ്പിലായിട്ടാണ് വരിക. ഇത് സ്ക്വയറിലാകുമ്പോൾ നമ്മൾ ബണ്ണ് ബേക്ക് ചെയ്ത് വരുമ്പം അത് നിറഞ്ഞിട്ട് എല്ലാം നല്ല ഒന്നിച്ചിങ്ങനെ മുട്ടിയിട്ട് നല്ല സ്ക്വയറായിട്ട് നിൽക്കും. നമ്മൾ ഒരു പീസ് എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പാവ് ബണ്ണിൻ്റെ ആ സ്ക്വയറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതുപോലെ ഉരുട്ടിയെടുത്ത് 9 എണ്ണം അതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റുള്ള 9ാമത്തതും ഞാൻ ഇതുപോലെ ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് അതും ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇനിയാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. സാധാരണ നമുക്ക് തണുപ്പ് സീസൺ അനുസരിച്ചൊക്കെ ഇതിൽ വ്യത്യാസം ഉണ്ടാവും, ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഒരു അരമണിക്കൂർ വെച്ചപ്പോൾ ഒന്നും അതങ്ങനെ പൊങ്ങിയിരുന്നില്ല. എനിക്ക് 1 മണിക്കൂറൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഇത് കുറച്ചൊന്ന് പൊങ്ങിയത്. ചെറിയ ഉരുളകളാണല്ലോ, അപ്പോൾ കുറച്ചൊരു ബോൾ പോലെ ഇത് വന്നിട്ട് എല്ലാം കൂട്ടിമുട്ടിയ പോലെ പിന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്യാപ്പ് ഉണ്ടല്ലോ. 1 മണിക്കൂറിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി എല്ലാം ഇതുപോലെ ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മളെ റൂമിലെ ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിൽ ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വരും. തണുപ്പുണ്ടാകുമ്പോൾ കുറേ സമയം പുറത്തേക്ക് വെക്കേണ്ടി വരും. അതുപോലെ ചൂടാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അരമണിക്കൂർ കൊണ്ടൊക്കെ തന്നെ നന്നായി പൊങ്ങി വരും. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഓവൺ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതെടുത്ത് വെക്കണം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഞാൻ കൊടുത്തത്. 30 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ആയിട്ടുണ്ട്. പിന്നെ ഓരോ ഓവൻ്റെ ഇതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ടൈമൊക്കെ ചിലപ്പോൾ 5-10 മിനിറ്റ് ബ്രൗൺ കളറാണെങ്കിൽ നിങ്ങൾ കൂട്ടി കൊടുക്കേണ്ടതൊക്കെ വരും. ഇതെനിക്ക് 30 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ ഓവനിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഇനി നമുക്കൊന്ന് ബട്ടർ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും മതി. ഇതിങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ റെസിപ്പി നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കസ്റ്റേർഡൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ല മണമായിരുന്നു. വാനില എസൻസിൻ്റെയും അതിൻ്റെയൊക്കെ നല്ല മണമായിരുന്നു ഇതിന്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം.
ഇതിൻ്റെ സൈഡ് ഇളകിയില്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, നല്ല താഴ്ഭാഗമൊക്കെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ട് നല്ലൊരു കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ബണ്ണായിരുന്നു ഇത്. നമ്മൾ സാർ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നത് പോലെയും അല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൽ പാൽപ്പൊടിയും കസ്റ്റേർഡും വാനില എസൻസും ഒക്കെ ചേർന്ന്, പിന്നെ പാലിലല്ലേ നമ്മൾ കുഴച്ചെടുത്തത്, അതൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതായത് പറഞ്ഞില്ലേ, പാത്രത്തിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്താലാണ് ഇതുപോലെ തട്ടുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ച് ഇടാൻ പറ്റും, അങ്ങനെ വരുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇത് മെല്ലെ സോഫ്റ്റായിട്ട് തന്നെ മെല്ലെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. നോക്കുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രെഡിൻ്റെ ഉൾവശം ഇങ്ങനെ കിട്ടണമെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ബ്രെഡിൻ്റെ മാവ് ഇങ്ങനെ പെർഫെക്റ്റ് ആകൽ ആ കുഴയിൽ മാത്രമാണ്. ഇതുപോലെ പാവ് ബൺ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ചൂട് പൂർണ്ണമായി പോയി ലൈറ്റൊരു ചൂടുണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്കിത് എന്ത് ചെയ്യാം, ഒരു കവറിലിട്ട് വെക്കാം. അങ്ങനെയാണെങ്കിൽ നാളത്തേക്കൊക്കെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഈ പാവ് ബണ്ണിൻ്റെ ഇതിന് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 3 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയല്ലോ. അപ്പോൾ നാളത്തേക്കാണ് നമ്മൾ ബണ്ണ് നിറക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇന്ന് ഉണ്ടാക്കി വെച്ചാലായിരിക്കും നല്ല പാകത്തിലുള്ള പാവ് ബണ്ണായിട്ട് കിട്ടുക. ഇതിപ്പോൾ എല്ലാത്തിനും നമ്മൾ പാവ് ബജിയും പിന്നെ അതിൻ്റെ ഇതൊക്കെ കഴിക്കുന്നില്ലേ, അതിനും പിന്നെ അതുപോലെ നിറക്കാനും ബീഫും ചിക്കനും മുട്ടയൊക്കെ വെച്ചിട്ട് നിറക്കാനും ഒക്കെ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഇത് എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. പുതിയ റെസിപ്പി വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.